നാളെയും പോണം പാവത്തിന്. നാളെ ലീവാണ്. അമ്മനെ പറ്റിക്കാൻ വന്നതാ. ചീത്താളനെ മനസ്സിലേക്ക്. എന്നാ പിന്നെ നിങ്ങളായി പറഞ്ഞൂടാ. തുടങ്ങി. അടുത്തു വാ എന്തിനാ കൊലയാക്കിയത് ചൊത്തുമണീനെ? ഈശ്വര ഇതിന് നമ്പരുത് കേട്ടോ, സത്യമായിട്ട് ഇതിന് നമ്പരുത്. കളിയാക്കുന്നത് ഇഷ്ടല്ലാന്നറിയാം. ടാറ്റ അമ്മ. രാവിലെ നെഞ്ചി കടിച്ചിരിക്കുകയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാവിലെ തന്നെ എണീറ്റിരിക്കുകയാണ് എല്ലാരും കൂടി. 6:45 നേരം. അപ്പടിയോ കാണുന്നുണ്ട് അത്ര മുതല്. വേഗം വന്നിട്ട് വേഗം പോയി കക്കൂസ് പോയി കാട്ടിക്ക. രാവിലെ തന്നെ ഒന്നും കാട്ടാനില്ല. പോയി അപ്പിട്ട വേഗം ഒരുക്കണം, വേഗം സ്കൂളിൽ പോണം. ഇന്നലത്തെ മാതിരി വൈകാൻ പാടില്ല. പിന്നെന്താ 5 മിനിറ്റ് വൈകി. ഇന്ന് വൈകാൻ പാടില്ല. വൈകില്ലേ? അസംബ്ലി വാവ പോയോ? ക്ലാസിന്റെ ഉള്ളിൽ വെച്ചോ? വൈകില്ല അപ്പൊ? ഓക്കെ. ആ മഴ കാരണം വെച്ചിട്ടുണ്ടോ അറിയില്ല. എന്നാലും അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവർ പക്ഷെ ഉള്ളിലെ വെച്ച ചില ദിവസങ്ങളിൽ ഉള്ളിൽ വെക്കാറുണ്ട്. ചിലപ്പോ അസംബ്ലിയും വെക്കും. അപ്പൊ ഓക്കെ. ചീത്താളനെ മനസ്സിലേക്ക്. എന്നാ പിന്നെ നിങ്ങളായി പറഞ്ഞൂടാ. തുടങ്ങി. അല്ല കുട്ടിയടുത്ത് പറഞ്ഞൂടാ, ഞാൻ തന്നെ പറയണോ? പറയണ്ട. മോന്ത മാറണ്ട ഗൈസ്. ഇതാണ് ഇവിടെ. ഒന്നും അങ്ങോട്ട് വരാൻ പാടില്ല. അപ്പ അങ്ങോട്ട് പോവാൻ മോന്ത ചൊത്ത് ചെയ്യുവാവേ. സമയാവുണ്ട് നോക്ക്. എക്സസൈസ് കഴിഞ്ഞോ? അങ്ങനെ ഇരിക്കെ. ഇന്ത്യ കക്കൂസിൽ ഇരിക്കണ പോലെ അത്രേ ഉള്ളൂ. എന്റെ ഒപ്പനം ഉപ്പ് തരോ? മതിയല്ലേ? നല്ല ഉപ്പ്. അടുത്തു വന്നാട്ടെ. അമ്മ മുണ്ടില്ലാത്ത എന്താ മുണ്ടാത്തെ? എന്തിനാ കളിയാക്കിയത്? എന്തിനാ കളിയാക്കിയത് ചൊത്തുമണീനെ? പറയും മമ്മി, എന്തിനാ ഞങ്ങളെ കുട്ടീനെ കളിയാക്കിയ? ആരാ? അമ്മയാണോ കളിയാക്കിയ? അല്ല വാവ അമ്മേനെ കളിയാക്കിയോ? കളിയൊന്നും ആക്കാൻ പാടില്ല വാവേ. എപ്പോ? അതെപ്പോ? ഓ അവിടുന്ന് വന്നതാണല്ലേ? അതെപ്പോഴി അച്ഛനെ ഇതിനകത്തേക്ക് ട്രാക്ക് ചെയ്യുന്ന. ഈശ്വര ഇതിന് നമ്പരുത് കേട്ടോ, സത്യമായിട്ട് ഇതിന് നമ്പരുത്. കളിയാക്കുന്നത് ഇഷ്ടല്ലാന്നറിയാം. ഇത് എല്ലാരും മുന്നേ ഈ ഒരാള് കളിയാക്കും, എന്നിട്ട് ഇതും കൂടെ കൂട്ടിയാല് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞോ? ഈശ്വര അതിന്റെ കണ്ണിനുള്ളിലൊന്നൊക്കെ എന്തിനാണ് എഴുതുന്നേ? അതിന്റെ കണ്ണിന്റെ കാഴ്ചയും കൂടി കുറയും ഇതൊക്കെ എഴുതിയിട്ട്. കണ്ണി കണ്ട വൃത്തികെട്ട കെമിക്കലുകളായി സാധനം. അത്ര നല്ല സാധനം നല്ലത്. ഓക്കെ, ആ കണ്ണടച്ചിരുന്നോ? പേടിയാണ് കണ്ടിട്ട്. ഒരു അൺവാണ്ടഡ് സാധനം ഇപ്പൊ അയാൾ ചെയ്യുന്നത്. അവൾക്ക് വലുതായിട്ട് അവൾക്ക് വേണമെങ്കിൽ അവള് ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട ഒഴിവാക്കിക്കോട്ടെ. ചെന്തിരി കിട്ടിയല്ല ഞഞ്ഞായി. എപ്പോഴും എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു. അച്ഛനോട് നിന്ന് തിരിയാൻ നേരം ഉണ്ടായിരുന്നില്ലല്ലോ. ദോശ ഉണ്ടാക്കലും തിന്നലും ഉണ്ടാക്കി കൊടുക്കലും അമ്മയ്ക്കും. എന്ത് കേട്ടാവോ? കള്ളത്തി വാവേ. മക്കളെ 8:15 പെട്ടെന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ പടി പാടും. ഞാൻ താത്തേക്ക് പോവാ വണ്ടി എടുക്കാൻ. കളിക്കാൻ നിൽക്കല്ലേ, ശരിക്കും ഇറങ്ങി പോവാ. എടാ വേണ്ട പാവാടയുടെ ലെങ്ത് ഒന്ന് കൂട്ടിച്ചാലോ? അമ്മോ ഇവിടെ പാവാടയുടെ ലെങ്ത് ഒന്ന് കൂട്ടിച്ചാലോ? ആ തുന്നി പിടിച്ചിട്ടില്ല, ആ കുറച്ച് ഇറക്കി തുന്നിക്ക. ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെയല്ലേ തുന്നിക്കിരിക്കുന്നേ?
ഇത് ഇവിടുന്ന് തുന്നി പിടിച്ചതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കുക എഡ്ജില് 1 സെന്റിമീറ്റർ. അപ്പൊ 4th സാറ്റർഡേ വരട്ടെ, അല്ല 2nd സാറ്റർഡേ. ഇപ്പൊ സാറ്റർഡേ ലീവ് അല്ലേ, ഫ്രൈഡേ കൊടുത്ത സാറ്റർഡേ വരും. അങ്ങനെ ചെയ്താൽ മതിയോ? ഓക്കെ, ഇത് ഫസ്റ്റ് എന്നാ കുറച്ചുകൂടി ലെങ്ത് കിട്ടും. ഫസ്റ്റ് സാറ്റർഡേ ഇത് തേർഡല്ലേ? 4th അല്ലേ? തേർഡാ ഫോർത്തോ ഏതോ ആണ്. ഇത് 4th സാറ്റർഡേ ആണ്. ഇനി അടുത്ത സാറ്റർഡേ ഉണ്ട്, അതിന്റെ അടുത്ത സാറ്റർഡേ ലീവ് ആട്ടോ. ഓക്കെ, എന്നാ വന്ന് കയറിക്കാൻ വേണ്ടിയില്. സുന്ദരി കുട്ടിയായല്ലോ. എന്താ ബെൽറ്റ് ഒരു സൈഡിലേക്ക് പോയിരിക്കണ നടുവിൽ വെച്ച്? ടാറ്റ അമ്മ. രാവിലെ നെഞ്ചി കടിച്ചിരിക്കുകയാണ് ഗൈസ്. മോന്ത കണ്ടില്ലേ? ചിരിക്കൊന്നുമില്ല. ഉണ്ടോ എക്സ്പ്രഷൻ കണ്ടോ ഫേസിൽ? ഇന്നെന്തായാലും കുട്ടിക്ക് നേരം വൈകിട്ടില്ല. നമ്മൾ അസംബ്ലിക്ക് മുമ്പ് ഇവിടെ എത്തി, അവിടെ കുഴപ്പമില്ല. 2 മണിയാവാനായി. കഴിക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഉപ്പേരിയാണ്. എന്താ ഒന്നും കൂടി ഉണ്ടല്ലോ, അച്ചാറുണ്ട്. പിന്നെ ഇവിടെ പിന്നെ നമുക്ക് സാമ്പാറുണ്ട്. കഴിച്ചിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോകണം കുട്ടീനെ കൊണ്ടുവരാൻ. ഇവിടെ രാവിലെ തൊട്ട് ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്, വെയിലില്ല. 3 മണിയാവാറായി. കുട്ടീനെ കൊണ്ടുവരട്ടെ. മഴക്കാറാണ്, വെയിലൊന്നും കാണാനില്ല. പക്ഷെ എപ്പം വെയിൽ വരുന്നുള്ളത് പറയാൻ പറ്റൂല. എന്താ ഒന്നുമില്ല. ഒന്നുമില്ലേ? നാളെയും പോണം പാവത്തിന്. നാളെ ലീവാണ് അവർക്ക്. നാളെ ലീവാണോ? അമ്മനെ പറ്റിക്കാൻ വന്നതാ. അമ്മയ്ക്കൊക്കെ മെസ്സേജ് എപ്പോഴോ വരും. കഷ്ടമുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മേനെ പറ്റിക്കാൻ വന്നതല്ലേ. നാളെ സ്കൂളുണ്ടെന്ന് പറയുമ്പോൾ അമ്മ അയ്യോ നാളെ സ്കൂളുണ്ടോ, നാളെ ഞാൻ രാവിലെ നേരത്തെ എണീക്കണമല്ലോ, ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് പറയുന്ന എഴുതി വന്നതല്ലേ കുഞ്ഞാമ്മ. രാവിലെ മെസ്സേജ് വേണ്ട പാവ കുഞ്ഞാമ്മ. കളിയൊക്കെ ഞാൻ പറ്റിക്കല്ല, ഞാൻ പറ്റിക്ക. അമ്മ നാളെ സ്കൂളുണ്ട് പറയല്ലോ, പറ്റിക്ക കളിയൊക്കെയല്ല. രാവിലെ അമ്മയാണ് എന്നും സ്കൂളിൽ പോകാത്തുള്ളൂ. കുറച്ച് തണുപ്പ് വേണം. അമ്മയാണ് എന്നും സ്കൂളിൽ പോവാത്തുള്ളൂ. എന്താ സ്കൂളിൽ പോയിക്കൂടെ? ചേർത്തട്ടെ ഞങ്ങള് 3ാം ക്ലാസ്സില്. അമ്മേനെ കൊണ്ടുപോയിട്ട് നമുക്ക് 3ാം ക്ലാസ്സിൽ ചേർത്തിയാലോ? കുടുമി കുടുമി എന്തിനാണ് 3ാം ക്ലാസ്? പിന്നെ തലയിൽ ചേർക്കണ്ട്. അമ്മ അന്നെ പോയിക്കുള്ളൂ. അമ്മ പോയിക്കോളോ? വയ്യാതെ കിടക്കാണ്. അമ്മ നാളെ അച്ഛൻ കളിയാക്കുമ്പോ നാളെ പഠിച്ചിട്ടാ വന്നത്. അപ്പൊ ചെയ്ത് തെറ്റാണെന്ന് അറിയാലേ. പിന്നെ ഞങ്ങൾക്ക് കളിപ്പിക്കണ്ടേ അമ്മേനെ? പിന്നെ അത് പേടിച്ചിട്ടാണ് അച്ഛനോട് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ വന്നിട്ട് ഭാവിക്ക് വേണ്ടിയിട്ട് നുണ പറഞ്ഞിട്ട് നാളെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ വന്നല്ലോ. അപ്പൊക്കെ അമ്മ കൊളാക്കിയില്ലേ. അമ്മക്ക് നേരത്തെ അറിയാം രാവിലെ മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലേ ചത്ത? പറ്റിക്കാൻ പറ്റുമോ? അമ്മൂന് കൊറിയർ വന്നതാ. കൊറിയർ തലേ തേക്കണം. എന്താ ശീക്ക പൊടി എന്തോ ആണ് ചെമ്പരത്തിന്റെ. ഓ വിവരം വന്നോ അങ്ങോട്ട്? ഇതാ ചെമ്പരത്തിപ്പൊടി കൊണ്ടുപോയിക്കോളോ. എന്തിനാ പച്ചന്റെ പെണ്ണിടിക്കണേ? അച്ഛനുണ്ട്. അച്ഛൻ എഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വർക്ക്. ഇതാ അച്ഛൻ്റെ വർക്ക് ഇങ്ങനെ എഴുതി. അവിടെ ചിത്രമുണ്ട്. അച്ഛൻ്റെ വർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതാൻ വേണ്ടി എടുത്തതാണ് അച്ഛന്. അച്ഛന് വർക്ക് ചെയ്യണ്ടേ? വാവ ഡയറിയിലല്ലേ എഴുതല്ലേ? എന്താ പരിപാടി? അച്ഛൻ്റെ പെണ്ണ് കൊണ്ട് പോവല്ലേ? എടുക്കല്ലോ. നേരത്തെ കുളിച്ചോട് മാറി ഇരിക്കണ്ട. എടുക്കണ്ട, പിന്നെ എടുത്തോ. അവളോട് കഴിപ്പിക്കും. എന്താ പകുതി ആക്കിയിട്ട് 3 കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ട്. മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല, തിന്നണം. ബാക്കി നല്ലതല്ലേ, ഇത് നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള സാധനം. കഴിച്ച ആകെ ഒരു 2 കഷ്ണത്തിലുള്ള ഇത് കഴിക്കാത്ത അച്ഛൻ കുഞ്ഞിതെടുക്കാം. വാവക്കുട്ടി മറ്റേതെടുക്കണം. ഓക്കെ, ഇത് വലുത് വാവ കഴിക്കണം. ഓക്കെ, അങ്ങനെ പറയാൻ പാടില്ല.
മുരിങ്ങയില ഉരിയാനായിട്ട് വെച്ചിരിക്കുകയാണ്. പകുതിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി പകുതി ഇനി എൻ്റെ പണിയാണ്. ആളെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, പാവം ക്ഷീണിച്ചു പോയി. ഈ സാധാരണ ഒരു മെനക്കെട്ട പരിപാടിയാണ്. ഇങ്ങനെ ഇരുന്ന് ഓരോന്നായിട്ട് ഊരി ഇടണം. പക്ഷെ നല്ല ഹെൽത്തിയാണ്. അയൺ കണ്ടൻ്റൊക്കെ ഇതിനകത്ത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പണിയെടുത്താലും കുഴപ്പമില്ല, ഗുണമുണ്ട്. കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം. ചപ്പും ചവറും വാരി തിന്നിട്ട് ജങ്ക് ഫുഡ് വാരി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ സാധനം കഴിക്കുന്നത് തന്നെയാണ്. അച്ഛന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു വർക്കാണ്. ഇപ്പോൾ വർക്കിൻ്റെ ബ്രോഷറിൻ്റെ ഡൈ കട്ടാണിത്, കണ്ടോ? ഇത് സിറിഞ്ച് മോഡല്, ഇത് ബോട്ടിൽ മോഡല്, ഇതൊരു ഫോൾഡിങ് ടൈപ്പ്, ഇതൊരു ഷീൽഡിൻ്റെ മോഡലായിട്ടുള്ളത് ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഒരു ബാക്ടീരിയയുടെ ഷേപ്പിലുള്ളത്. സംഭവം എന്താ മനസ്സിലായോ? ഒരു പശുവിൻ്റെ ഒരു അസുഖത്തിനുള്ള മരുന്നാണ്. അപ്പോൾ ആ മരുന്നിന് ബ്രോഷർ ഉണ്ടാക്കണം ആ കമ്പനിക്ക്. പക്ഷേ ആ ബ്രോഷർ ഡിഫറെൻ്റ് ആയിരിക്കണം. ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ, അവരുടെ ശ്രദ്ധ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. അത്രേ നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെയാണ്. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പില്ലെടുക്കാൻ പോയി. ഇയാളുടെ മൂത്ത മകൾ പില്ലെടുക്കാനായിട്ട് ഓടിയിട്ടുണ്ട്. മൂത്ത മകൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ചെറിയ മകളാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ? നമുക്കറിയില്ലല്ലോ ആരാണെന്ന്. ഭയങ്കര ക്ഷീണപ്പാ. ഇങ്ങനെ ക്ഷീണം. ആക്റ്റീവായിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാനേ പറ്റുന്നില്ല. ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല വ്ളോഗിനകത്ത്. ആരാ പറഞ്ഞ വ്ളോഗിനകത്ത് ആക്റ്റീവ് ആവണം? കാണുന്നവരൊക്കെ എന്താ വിചാരിക്കാ? ഇത് റിയാലിറ്റിയാണ്, നമ്മളിവിടെ ഫേക്ക് ചെയ്യണില്ല. അതേ തലണെടുത്തോണ്ടെന്നു ചൊത്തുമണി. എനിക്ക് വയ്യ. കുട്ടിയുടെ ഒരു സ്നേഹം നോക്കിയേ. ഇവിടെ സെക്കൻഡ് ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ, പച്ചദോശ ആയിട്ടുണ്ട്, ഇപ്പം തരാം. ഞാനും 2 ദോശ ഉണ്ടാക്കി. ഇതോടുകൂടി ഡിന്നർ കഴിഞ്ഞു. നാളെ എന്താ, ഇഡ്ഡലിയാണോ? അമ്മ ഇപ്പം തേങ്ങ ചിരകിയിരുന്നെങ്കിൽ നാളെ ചമ്മന്തി അരയ്ക്കാന്നൊക്കെ വിചാരിച്ചു. രാവിലെ നോക്കും, ഞാൻ പറഞ്ഞിരുന്നു. അവര് രാവിലെ 11 മണിക്കാണ് വരുന്നത്. ഞാൻ 11-12 കഴിച്ചാൽ മതിയോ? അത് ശരിയാവുന്നു. രാവിലെ എപ്പോഴെങ്കിലും റെഡിയാക്കി തരും. വേറെ ഒന്നുമില്ല പറയാൻ. ഭയങ്കര ക്ഷീണമാണ്. ഡെയിലി ഇതന്നെ പറയാൻ ഒരുമാതിരിയുണ്ട്. എവിടേക്കെങ്കിലും ഔട്ടിങ് പോകണമെന്നുണ്ട്. നാളെ നമുക്ക് ഔട്ടിങ് പോയാലോ? എവിടേക്കെങ്കിലും പുറത്ത് പോയാലോ? പക്ഷെ ഈ ബൈക്കിൽ ഇരിക്കാനാണ് പാട്. വയറ് വെച്ചിട്ട് പോകണമെന്നൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. വഴി മുഴുവൻ ഛർദിയായിരിക്കും. പക്ഷെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ മാനേജ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വീണ്ടും കാണാം. ബൈ.